നമസ്കാരം. ഈ പകൽ വന്ന വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യുവിനെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രതി 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വിധിയിലുണ്ട്. നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അജിൻ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രതി നൽകിയ മൊഴി. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേസിലെ പ്രധാന തെളിവായി. കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാവിധി. പ്രതി IPC 341 302 പ്രകാരം കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ 341 പ്രകാരം 1 മാസം തടവിനും 302 പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴയും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട്. പിഴ പ്രതി അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്തുവകളിൽ നിന്ന് ഈടാക്കാവുന്നതും ആ തുക മരണപ്പെട്ട പെൺകുട്ടിയുടെ കവിതയുടെ അച്ഛനും അമ്മയ്ക്കും തുല്യമായി വീതിച്ചു നൽകാനും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട്. തീർച്ചയായും വിധിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സിൻസിയറായ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ കേസ് നടത്തിയ പ്രോസിക്യൂട്ടർക്കും ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്ന ഈ കേസിൽ ഏറ്റവും മികച്ച അന്വേഷണമായിരുന്നു. ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെയാണ് ഏറ്റവും കൂടുതൽ കോടതി അഭിനന്ദിച്ചിട്ടുള്ളത്. ഇന്നത്തെ പത്തനംതിട്ട SP ജയദേവ് സാർ, DSP ഉമേഷ് സാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് ഗോകുമാറിന്റെ അടക്കം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി നിന്ന് കണ്ടെത്തിയ തെളിവുകളാണ് ഞങ്ങൾ കോടതിയിൽ. ആ തെളിവിന് വളരെ കൃത്യമായും ഹരിശങ്കർ പ്രസാദ് സാറ് കോടതിയിൽ എത്തിച്ചു. അതുവഴി ഇരയ്ക്കും കുടുംബത്തിനും നീതി ലഭിക്കാൻ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് കേരള പോലീസിനെ സംബന്ധിച്ച്. 2019 മാർച്ച് 12-നാണ് തിരുവല്ല നഗരത്തിൽ വെച്ച് കവിയൂർ സ്വദേശിനിയായ കവിതയെ അജിൻ റജി മാത്യു തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനായിരുന്നു കൊലപാതകം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഏറെ നടുക്കമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു. കവിതയുടെ കൊലക്കേസിൽ 6 വർഷത്തിന് ശേഷം കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നു. പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. നേരത്തെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത് പരമാവധി ശിക്ഷ നൽകണമെന്നാണ്. പക്ഷേ പ്രോസിക്യൂഷൻ ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. ഒരുപക്ഷെ പ്രായത്തിൻ്റെയൊക്കെ പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലേ കോടതിയിൽ നിന്ന് വിധി വന്നത്. ഈ വിധിയിൽ, കോടതിയിൽ നിന്നുള്ള ഈ ശിക്ഷാവിധിയിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും തൃപ്തരാണോ? ടോം സൂചിപ്പിച്ച പോലെ തന്നെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളും തൃപ്തരാണ്, വിധിയിൽ തൃപ്തരാണ്. പക്ഷേ നിലവിൽ ഈ പ്രതിയുടെ പ്രായം ഉള്ള പ്രശ്നമാണ് ഈ ഇത്തരത്തിൽ ജീവപര്യത്തിലേക്ക് ചുരുക്കാനുള്ളത്. കാരണം ഒരുപക്ഷെ വധശിക്ഷയാണ് പ്രോസിക്യൂഷനും ഒപ്പം വീട്ടുകാരും ഒക്കെ ആഗ്രഹിച്ചത്. പക്ഷെ പ്രതിയുടെ പ്രായം പരിഗണിച്ചാണ് അത് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും ഈ കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചിട്ടുള്ളത്. നിലവിൽ 2019-ലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സംഭവം നടക്കുന്നത്. 2019 മാർച്ച് 12-നാണ് അയിരൂർ സ്വദേശിയായ കവിത ഈ പ്രതി പ്രണയത്തിലായിരുന്നു. ആ പ്രണയം നിരസിച്ചതിനെ തുടർന്നാണ് ഈ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കുത്തി പരിക്കേൽപ്പിച്ചതിനു ശേഷം പിന്നീട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. എന്തായാലും മികച്ചൊരു അന്വേഷണം എന്തായാലും ഇത് സംബന്ധിച്ച് നടത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവല്ല SSA ആയിരുന്ന സന്തോഷാണ്, PR സന്തോഷാണ് ഈ കേസ് അന്വേഷിച്ചത്. കൃത്യമായ അന്വേഷണം നടത്തുകയും സാക്ഷികളെ കോടതിയിൽ സാക്ഷി മൊഴികളും അതുപോലെ തന്നെ ഈ ശാസ്ത്രീയ തെളിവുകളും എല്ലാം ഹാജരാക്കാൻ കഴിഞ്ഞു. പ്രോസിക്യൂഷൻ ഇതെല്ലാം കൃത്യമായി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും പ്രതിക്ക് അർഹമായൊരു ശിക്ഷ, ഈ പറയുന്ന ജീവപര്യന്തം തടവും ഒപ്പം 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ആ തുക മാതാപിതാക്കൾക്ക് മറ്റ് സ്വത്തുവകൾ പ്രതിയുടെ സ്വത്തുവകൾ കണ്ടെത്തി നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശവാസികളായ നാട്ടുകാരും ഒക്കെ ഇത് ആഗ്രഹിച്ചിരുന്നു. ആ തരത്തിലേക്ക് ഒരു വിധിയിലേക്ക് ഇത് വന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഇന്ന് ശിക്ഷ വിധിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട 43 സാക്ഷികളെയും ഒപ്പം 93 രേഖകളും ഈ കോടതിയിൽ ഹാജരാക്കി, പ്രോസിക്യൂഷൻ ഹാജരാക്കി 80 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെ ലഭിച്ചു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇപ്പം വിധിയിൽ തൃപ്തരാണ് എന്ന മാതാപിതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ അജിൻ നേരത്തെ ഇവർ തമ്മിൽ ഒന്നിച്ച ഒരു ക്ലാസ്സിലാണ് ഈ കവിതയും ഈ അജിനും നേരത്തെ പഠിച്ചിരുന്നത്. നിരന്തരം ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ അഭ്യർത്ഥന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് നിരസിച്ച ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള കൊലപാതകം നടത്താനുള്ള ഒരു കാരണമുണ്ടായത്. പകൽ സമയത്ത് ഈ 2019 മാർച്ച് 12-ന് പകൽ സമയത്താണ് 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കൃത്യം
പ്രതി നടത്തുന്നത്. പെട്രോൾ പമ്പിൽ നിന്നും ഈ പെട്രോൾ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചതിനു ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ആ തീ കൊളുത്തിയ ശേഷം ഗുരുതരമായ പരിക്കേൽക്ക കവിതയെ പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ കൊണ്ടുപോയ സമയത്ത് ചികിത്സയുടെ 2 ദിവസം കഴിഞ്ഞാണ് ആ കവിത മരിക്കുന്നത്. കവിതയുടെ മരണമൊഴിയും ഈ കേസിൽ നിർണായകമായി, സാക്ഷികളുടെ മൊഴികൾ നിർണായകമായി, ശാസ്ത്രീയ തെളിവുകൾ പെട്രോൾ പമ്പിൽ നിന്നും ഇതുപോലെ പെട്രോൾ വാങ്ങിക്കൊണ്ടുപോയതും ഒപ്പം ഈ ATM കാർഡ് ടൈപ്പ് ചെയ്ത രേഖകൾ, അങ്ങനെ എല്ലാ തരത്തിലും പ്രതിക്ക് എതിരായുള്ള തെളിവുകളെല്ലാം തന്നെ കൃത്യമായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. അതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ ഒരു ശിക്ഷ പ്രതിക്ക് ലഭിക്കാൻ കാരണമായത്. പ്രായം കൊണ്ടാണ് ഒരു പക്ഷേ ഈ ജീവപര്യന്തമാക്കി മാത്രം തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രായത്തിനപ്പുറത്തേക്ക് പ്രായത്തിന്റെ അല്ലാതെ മറ്റൊരു തരത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വധശിക്ഷ വരെ ലഭിക്കാത്ത തരത്തിലേക്കുള്ള കുറ്റപദ്ധതിയുടെ അന്വേഷണം അത്തരത്തിൽ ശാസ്ത്രീയ തെളിവുകളെല്ലാം കൃത്യമായി അവതരിപ്പിക്കാനും പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിധിയിൽ ഈ കുടുംബം തൃപ്തമാണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇതിനകത്ത് എന്തായാലും ഇതിന് ശേഷം പുറത്തു വന്നപ്പോൾ, ഈ വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് അന്വേഷണ മികവിനെ കുറിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ. കാരണം എല്ലാ പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നു, പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. ഈ കേസും അതോടൊപ്പം അന്വേഷണത്തിൻ്റെയും ഒരു നാൾ വഴികളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും ഏറെ പ്രമാദമായൊരു കേസ്, ഒരു പെൺകുട്ടിയെ നഗരത്തിൽ വെച്ച് പൊതുനിരത്തിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവം. ഇതെങ്ങനെയാണ് ഈ കേസ് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്? സൂചിപ്പിച്ചത് പ്രധാനമായ ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ കേസിന്റെ നാൾവഴിയിൽ പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് 2019 ഈ സംഭവം നടന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടാൻ ലഭിക്കാൻ വളരെ കുറവായിരുന്നു. ഒപ്പം സാക്ഷികളും പെട്ടെന്ന് തന്നെ സാക്ഷികൾ മൊഴി പറയാനൊക്കെ ആദ്യഘട്ടത്തിലേക്ക് മടിച്ചിരുന്നു. പക്ഷേ അന്വേഷണത്തിന്റെ മികവ് കൊണ്ട് തന്നെ ഇത് കൃത്യമായി തന്നെ ഇതെല്ലാം രേഖപ്പെടുത്താനും ഇതെല്ലാം സാക്ഷി മൊഴികളെല്ലാം കൃത്യമായി പഴുതടച്ചുള്ള ഒരു അന്വേഷണം നടത്താൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോടതിയുടെ പ്രശംസയും അദ്ദേഹത്തിന് ഈ വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അന്വേഷണ മികവിനെ കോടതി പ്രശംസിക്കുകയും ചെയ്തു. കാരണം സാക്ഷിമൊഴികൾ, ശാസ്ത്രീയ തെളിവുകളെല്ലാം അത് ഹാജരാക്കാൻ കഴിഞ്ഞു. നേരത്തെ പ്രസ്തുതിച്ച പോലെയാണ് മൊഴികൾ നൽകുന്നതിന്റെ കാര്യത്തിലൊക്കെ നേരത്തെ ആദ്യഘട്ടത്തിലേക്ക് ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ പലർക്കും വൈമുഖ്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീടുള്ള നിയമത്തിന്റെ നൂലാമാലകളൊക്കെ ഉപയോഗിച്ചാണ് അത്തരം ആൾക്കാരൊക്കെ മാറുകയൊക്കെ ചെയ്തത്. പക്ഷേ പിന്നീട് ഉള്ള പോലീസിന്റെ കൃത്യമായ അന്വേഷണ ഇടപെടലിലും കൂടി തന്നെ 43 സാക്ഷികൾ കോടതി ഹാജരാക്കിയ 43 പേരും കൃത്യമായി ഈ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. രേഖകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട 93 രേഖകളാണ് ഹാജരാക്കിയത്. അതെല്ലാം കൃത്യമായി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അന്വേഷണത്തിന്റെ ഒരു മികവ് തന്നെയാണ് ഈ കേസ് കൃത്യമായി അർഹിക്കുന്നത്. ശിക്ഷ ഇരട്ടി നീതി ലഭിക്കുന്ന തരത്തിലേക്ക് ഈ കേസ് വരാൻ കാരണം അത് പോലീസിന്റെ അന്വേഷണ മികവ് തന്നെയാണ്. അതുകൊണ്ടാണ് തീർച്ചയായും ഒരു ശിക്ഷ ലഭിക്കാനുള്ള കാരണമുണ്ടായതാണ് എന്തായാലും വ്യക്തമാക്കിയുള്ളത്. കോടതിയും എന്തായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രശംസിക്കുന്ന തരത്തിലാണ് വിധിയിൽ ഉണ്ടായിട്ടുള്ളത്. അർത്ഥം വിവരങ്ങളുമായി ശശിധരനാണ് ചേർന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. കൊല്ലം വന്മന സ്വദേശി വേണുവിന്റെ മരണത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ നൽകിയില്ലെന്ന ഗുരുതര ആരോപണം ഉയർന്നത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് എത്തിയ തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് വേണു സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദരേഖയിൽ പറയുന്നു. അൻവർ ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറെയും 12 സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാ. അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഞാന് ഈ ആശുപത്രിയിൽ ഞാനിവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി
ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ല? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നത് വെള്ളിയാഴ്ച വൈകിട്ട്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് അൻവർ സാത്ത ഞാൻ. ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മയും ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാത്ത. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിൽ എന്നെ പരിശോധിക്കുമെന്ന് ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു. എനിക്ക് എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത് അവർക്കൊരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല. ഐഡിയ ഇല്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അൻവർ സാറിനെ വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാത്തെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. മരണത്തിന് മുൻപുള്ള വേണുവിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഏറെ ചങ്ക് പൊട്ടിക്കൊണ്ടാണ് താൻ അവിടെ നേരിട്ട ആ ദുരനുഭവത്തെക്കുറിച്ച് വേണു സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇതിന് പിന്നാലെ വേണുവിൻ്റെ മരണത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിനെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രതിഷേധവുമായി കുടുംബാംഗങ്ങളും വേണുവിൻ്റെ കുടുംബാംഗങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ചോദിച്ചപ്പോഴും ഒരു ഡോക്ടർ തരാൻ പയ്യെങ്കിൽ ആ ഡോക്ടറിന്റെ അനാസ് തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുമ്പോൾ പഠിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം തലവേദനയ്ക്ക് എന്ത് ഗുളിക കൊടുക്കാം. അല്ലാതെ ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അനിയൻ മരിക്കാൻ എന്താ കുറ്റം കൊണ്ട് ഈ കൈക്കൂലിയുടെ കൂടുതൽ കൊണ്ടാണ്. അവർ കൈക്കൂലി ചോദിച്ചിട്ടാണ് എൻ്റെ അനിയനെ ചികിത്സ കൊടുക്കുന്നത്. എന്നാൽ ആരോപണം മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിച്ചു. നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളെന്നും പരമാവധി ചികിത്സ ഉറപ്പാക്കിയിരുന്നതായും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നുടനെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിട്ടുണ്ട്. അവരുടെ ഗൈഡൻസ് അനുസരിച്ചാണ് ചികിത്സിച്ചിട്ടുള്ളത്. അതെല്ലാം വെരി മച്ച് ദെയർ ഇൻ ദ കേസ് ഷീറ്റ്. അല്ല, പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വരുന്നത്. ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന് 24 hours കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് ആണെന്ന് കാർഡിയോളജി ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത്. കാർഡിയോളജി പ്രൊഫസർമാരാ തീരുമാനിക്കുന്നത്. ഇല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശ്രദ്ധപ്പെട്ടിട്ടുമില്ല. മീൻവൈൽ പുറത്തുനിന്ന് ആരൊക്കെ ഈ പേഷ്യന്റിനെ പറ്റി പേഷ്യന്റ് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരൊക്കെ അന്വേഷിച്ചത് പ്രകാരം PRO ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേഷ്യന്റ് കാര്യത്തിൽ മീൻസ് ചികിത്സ കിട്ടുന്നുണ്ടെന്ന് പോയി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഒരു മരണമൊഴിയാണ്, വേണുവിൻ്റെ മരണമൊഴിയാണ് നമ്മൾ കേട്ടത്. ആ രീതിയിൽ തന്നെ അതിനെ കണക്കാക്കണം. കാരണം വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു രോഗിയെ തിരിഞ്ഞു നോക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുൻപും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ മാത്രമല്ല സംസ്ഥാനത്തെ പല ആശുപത്രികൾക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. അത് ഈ ആരോഗ്യ പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് ഇവിടുത്തെ ചികിത്സാ പിഴവ് കാരണം, ആരോഗ്യ പ്രവർത്തകരുടെ അനാസ്ഥ കാരണം നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുള്ള നാടാണ്. അവിടെ കൃത്യമായ നടപടികൾ പലപ്പോഴും ആരോഗ്യവകുപ്പ് ഈ വീഴ്ച വരുത്തിയവർക്കെതിരെ സ്വീകരിക്കാറില്ല, ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അതുതന്നെയല്ലേ ഇപ്പോഴും ഈ വേണുവിൻ്റെ മരണശേഷവും ഈ ആശുപത്രി സൂപ്രണ്ടിൻ്റെ മറുപടിയിൽ നിന്നും ന്യായീകരണങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ വേണുവിന് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ?
വിനീഷ്. ടോം, നിലവിൽ ഈ വേണുവിൻ്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അവർ ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത്. പരാതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നത് കുടുംബം. ഏകദേശം ഒക്ടോബർ മാസം അവസാന തീയതിയിലാണ്, ഒക്ടോബർ അവസാന 30-ാം തീയതി കൂടിയാണ് ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ഗുരുതരമായിട്ടുള്ള നെഞ്ചുവേദനയെ തുടർന്നാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നു. അങ്ങനെ അവിടെ നിന്നും അടിയന്തര ചികിത്സയ്ക്കായിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ആംബുലൻസിലാണ് കൊണ്ടുപോയത്. ആൻജിയോഗ്രാം അടക്കം ഉള്ള ചികിത്സകൾ നടത്തണം എന്നാണ് അതിൽ ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഉള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു രോഗത്തെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്നത്. പക്ഷേ 5 ദിവസം അവിടെ ഇയാൾ ചികിത്സയിൽ തുടരുന്നു. യാതൊരുവിധമായ ചികിത്സയും ലഭ്യമായില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ചികിത്സയ്ക്കായിട്ട് വന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകളൊന്നും തന്നെ ലഭ്യമായില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ഈ ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവർ കൈക്കൂലി നൽകാത്തത് കൊണ്ടാണോ തനിക്ക് ചികിത്സ ലഭ്യമാകാത്തത് എന്നും ചില ആശങ്കകൾ പങ്കുവെക്കുന്നു. എന്തായാലും അയാളുടെ ശബ്ദ സന്ദേശം വളരെ ഗൗരവമുള്ളതാണ്. അതിനുശേഷം രോഗി മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ശരിക്കും ഇത് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തന്നെ ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് തന്നെ മാറുന്നു എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് KSU സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് എത്തുന്നുണ്ട്. റോഡ് ഉപരോധിച്ചുള്ള സമരങ്ങളിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഈ ആരോഗ്യമന്ത്രിയുടെ ഫ്ലെക്സിൽ കരിയോയിൽ പ്രയോഗിച്ചുകൊണ്ടുള്ള വലിയ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് എത്തുന്നു. എന്തായാലും ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടതൊരു തീരാ വേദനയാണ്. കാരണം കുടുംബത്തിൻ്റെ ആകെ ഒരു അത്താണിയാണ് ഈ ഗൃഹനാഥൻ. ഇയാൾ ഓട്ടോ ഓടിച്ച് ഉപജീവനം നയിച്ചു വന്നിരുന്ന ആളാണ്. പെട്ടെന്ന് ഇയാൾക്ക് ഒരു നെഞ്ചുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആശുപത്രി അധികൃതരുടെ ഒരു വിശദീകരണവും നമ്മൾ അല്പം മുന്നേ കേട്ടതാണ്. അവർ പറയുന്നത് മതിയായ ചികിത്സകൾ എല്ലാം തന്നെ ലഭ്യമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൾക്ക് മുൻപ് സ്ട്രോക്ക് വന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തായാലും മതിയായ ചികിത്സ ലഭ്യമാകാത്തത് കൊണ്ടാവാമല്ലോ ഇയാൾ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശം അയച്ചത് എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിൽ മുഖ്യമന്ത്രി അടിയന്തരമായിട്ടൊരു അന്വേഷണം നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം കുടുംബത്തിന് നഷ്ടപ്പെട്ട ഒരു തീരാ വേദന തന്നെയാണ്. പക്ഷേ ആശുപത്രി അധികൃതർ പറയുന്നത് ഈ ശബ്ദ സന്ദേശം അവരെയും വേദനിപ്പിച്ചു എന്നൊക്കെയാണ്. എന്തായാലും ഈ കുടുംബത്തിന് നഷ്ടമായ ഈയൊരു നഷ്ടം ഒരിക്കലും നികത്താൻ സാധ്യമല്ല. ഇന്ന് അയാളുടെ ഈ വേണുവിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ വീട്ടിൽ നടന്നു. എന്തായാലും ഒരു ഭാര്യ 2 കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരു കുടുംബമാണ്. ഈ ഒരു വേദനയിൽ നാടും നാട്ടുകാരെല്ലാം തന്നെ പങ്കുകൊള്ളുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ടോം, വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? കാരണം ഇവിടെ ഈ ആശുപത്രിയെ ഡോക്ടർമാരെ ന്യായീകരിക്കുന്നൊരു സമീപനമാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്ന്, സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ടോ? എന്തായിരിക്കും ഇനി ഇവരുടെ നീക്കങ്ങൾ? നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ കുടുംബത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഇവർ ഈ പരാതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു നിയമ നടപടി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പോലീസ് ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം, ഉന്നതതല ഒരു അന്വേഷണം നടക്കണം എന്നാണ്. 5 ദിവസമായിട്ടും ഈ ഒരു മതിയായ ചികിത്സ ലഭ്യമായില്ല എന്ന് പറഞ്ഞത് വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ശരിക്കും ഈ മരണമൊഴി ആയിട്ട് തന്നെ ശബ്ദ സന്ദേശം കണക്കാക്കാം. കൃത്യമായി തന്നെ അതിൽ പറയുന്നുമുണ്ട്. ഇത് പുറം ലോകത്തേക്ക് എത്തിക്കണം എന്നാണ് ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. തൻ്റെ ഒരു സുഹൃത്തിന്, വേണുവിൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തതാണ്. ഇപ്പോൾ വേണു കഴിഞ്ഞ ദിവസം രാത്രിയിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ ശബ്ദ സന്ദേശം പുറത്തായിരിക്കുന്നത്. ശരിക്കും ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ളൊരു വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകരടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് എത്തി. ഇന്ന് എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു. പന്മന സ്വദേശിയാണ് ഈ മരിച്ചത്. പന്മന
പന്മന സ്വദേശി തന്നെയല്ല, ഇയാൾ ഓട്ടോ തൊഴിലാളിയും കൂടിയാണ്. പന്മനയുടെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ഓട്ടോ ഓടിച്ച് ഉപജീവനം നയിച്ചു വന്ന ആളാണ്. ഈ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. 48 വയസ്സാണ് അയാൾക്കുള്ളത്. ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ചികിത്സ ലഭ്യമാകാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ദാരുണമായൊരു സംഭവം നാടിനെ വലിയ രീതിയിൽ വിഷമത്തിലാക്കിയിരിക്കുന്നു, ദുഃഖത്തിലാക്കിയിരിക്കുന്നു. ആരോഗ്യ കേരളം എന്നൊക്കെ പ്രശംസിക്കുന്ന നാട്ടിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ നടത്തണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു. എന്തായാലും ഈ കുടുംബം ഈ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. അവർക്ക് അടിയന്തരമായിട്ടുള്ള ഒരു നടപടിയാണ് ആവശ്യം. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണം നടക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെ ഈ വേണുവിൻ്റെ മക്കളും അതുപോലെ തന്നെ ഭാര്യയും ഉറച്ചു നിൽക്കുന്ന തീർച്ചയായും വേണുവിന് എന്താണ് സംഭവിച്ചത്, കൊല്ലം സ്വദേശി വേണുവിന് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തത വരണം. ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അങ്കമാലി പോലീസ് ആശുപത്രിയിലെത്തിയാണ് അമ്മൂമ്മ റോസ്ലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കുട്ടിയുടെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിച്ച കത്തി വീടിനകത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഫോറൻസിക് വിഭാഗം വീട്ടിൽ പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഏറെ നടുക്കമുണ്ടാക്കിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം, ഇന്നലെ, അതായത് ഈ സമയത്ത് അങ്കമാലിയിൽ നിന്ന് നമ്മൾ കേട്ടത്. അമ്മൂമ്മ കുഞ്ഞിന് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു, അതിനുശേഷം അവർ ജീവനെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇന്നലെ കേട്ടത് മാനസിക വിഭ്രാന്തിയാണ്, മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണ് ഇവർ ഈ രീതിയിലുള്ള ഒരു അതിക്രമം കാട്ടിയതെന്നാണ്. ഇക്കാര്യത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? ടോം, ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്നൊരു വിശദീകരണം ഇന്നലെ നമ്മൾ കേട്ടതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ്. കാരണം ഇവർ വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത്തരം പ്രശ്നങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ ഈ അമ്മൂമ്മ റോസ്ലി പ്രകടിപ്പിക്കുന്ന ഒരു ആളാണ്. അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം ഈ മരുന്നുകൾ കഴിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഇവർക്ക് പലപ്പോഴും ഈ രീതിയിലൊരു അസ്വസ്ഥതകൾ പ്രകടമാക്കുന്നത്. പക്ഷേ അത് ഏത് രീതിയിലെന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇന്നലെ ഈ സംഭവം നടന്നത് വളരെ ദൗർഭാഗ്യകരം എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവർക്ക് ഈ സോഡിയം ലെവൽ താഴ്ന്നു പോകുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അവർ വീണു പോകാറുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് വളരെ പെട്ടെന്നാണ് ഇത് സംഭവിക്കുന്നത്. ഇത് കുട്ടിയുടെ അമ്മ റൂത്ത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ കുട്ടിയെ ഉറക്കിയതിന് ശേഷം അതിനോട് ചേർന്ന് തന്നെ, ആ ഭിത്തിയോട് ചേർന്നുള്ള കിടക്കുന്ന സമയത്ത് അമ്മൂമ്മയും ഒപ്പം തന്നെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ ആളുകളുള്ള സമയം തന്നെയാണ്. റൂത്തിൻ്റെ പിതാവും സമയത്ത് വീട്ടിലുണ്ട്. ഈ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. പെട്ടെന്ന് കരച്ചിൽ കേട്ടെത്തുമ്പോഴേക്കും ആ ഒരു സമയം കൊണ്ട് തന്നെ, ഇതെല്ലാം നിസ്സാര സമയം കൊണ്ട് തന്നെ കഴിഞ്ഞു. ആർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായില്ല, ഓടിക്കൂടിയവർക്കും. കാരണം ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് ചോര വരുന്ന പാടാണ് ഉണ്ടായിരുന്നത്. ചോര വരുന്നു എന്നതാണ്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കില്ലല്ലോ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ഇത് സംഭവിക്കുന്നതൊന്നും ഒരിക്കലും വിചാരിക്കാത്ത കാര്യവുമാണ്. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തുകയും മരണപ്പെടുകയും ചെയ്യുമ്പോൾ ഈ പരിശോധനകൾക്കിടയിലാണ് അവിടെ ഡോക്ടർമാർ ഈ കഴുത്തിൽ ഒരു മുറിപ്പെടുത്ത ഒരു പാട് കാണുകയും ഉടൻ തന്നെ അത് പോലീസിനെ അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്ത് വരികയും പിന്നീട് നടത്തിയ പരിശോധനയിലുമാണ് ഇത് മനസ്സിലാവുന്നത്. അതേസമയം തന്നെയാണ് ഇവർ ഈ റോസ്ലി എന്ന് പറയുന്ന അമ്മൂമ്മ അവരെ അബോധാവസ്ഥയിലേക്ക് ആവുകയും എല്ലാം തന്നെ ചെയ്തു അവരുടെ രോഗം മൂലം. ഇങ്ങനെയാണ് ആ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അവരുടെ അറസ്റ്റ് ഇന്ന് പോലീസ് രാവിലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ അവർ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. ആശുപത്രിയിലാണെങ്കിലും പോലീസിൻ്റെ നിരീക്ഷണത്തിലും കസ്റ്റഡിയിലും എല്ലാം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അങ്കമാലി പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും മറ്റ് തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും. അവിടെ ഈ തുടർ നടപടികളിൽ കൊലപാതകം, അതിൽ ഏതെല്ലാം വകുപ്പുകൾ ചേർക്കണമോ എന്നതെല്ലാം ഇവരുടെ ഈ ആരോഗ്യസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടിൻ്റെയും എല്ലാം തന്നെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളെല്ലാം തന്നെ ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള ഒരു പരിശോധന, ഏതെല്ലാം വകുപ്പുകൾ ചേർക്കണമെന്നതെല്ലാം സംബന്ധിച്ച ഡോക്ടർമാരുടെ റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ചെല്ലാം തന്നെയായിരിക്കും ഉണ്ടാവുക. ഏതായാലും അവർ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളുണ്ടാകും. കുട്ടിയുടെ മൃതദേഹം ഏതാണ്ട് 12:30 മണിയോടുകൂടിയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. ആ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കറുകുറ്റിയിലുള്ള അവരുടെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്.
വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അങ്കമാലിയിലെ ഇത് വളരെ സങ്കടകരമായൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ആ കുടുംബത്തെ സംബന്ധിച്ച് ആ വേദന, ആ വിഷമം താങ്ങാൻ കഴിയില്ലെന്നറിയാം. പ്രത്യേകിച്ചും ഒരു അമ്മൂമ്മയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും ഒരു പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന കാര്യത്തിൽ കൂടി കുറച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് ഒരുപക്ഷെ ഒരു വിശദമായി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുമായിരിക്കും. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇത്തരം മാനസിക വിഭ്രാന്തി കാണിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നോ റോസ്ലി? ഈ റോസ്ലിക്ക് ഈ മാനസിക പ്രശ്നങ്ങൾ, ഈ കടുത്ത വിഷാദം മൂലം ചില അസ്വസ്ഥതകൾ പ്രകടമാക്കുമെങ്കിൽ പോലും ഈ രീതിയിലുള്ള ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നതോ ഈ രീതിയിലേക്ക് സംശയിക്കപ്പെടാവുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്നലെ ലഭിക്കുന്ന ആ ഒരു പരിമിതമായ സമയത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. ചുറ്റുപാടുകളുള്ള വീട്ടുകാർ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവരിൽ നിന്നെല്ലാം ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. പോലീസിനും ഇതിനു മുൻപ് ആ ഒരു സംഭവങ്ങൾ, ഒരു പ്രീ ഇൻസിഡൻസ് ഒന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. ആ പോലീസ് ചുറ്റുപാടും അന്വേഷിക്കുമ്പോൾ അത്രമില്ല. ഇവർക്ക് ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന അവരുടെ അസുഖത്തിൻ്റെതായ രീതിയിൽ ഡിപ്രഷൻ, വിഷാദത്തിലേക്കെല്ലാം പോകുമ്പോഴുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതുവരെയും മറ്റു രീതിയിലുള്ള പ്രകോപനപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അപായപ്പെടുത്തുന്ന രീതിയിലോ നയിക്കുന്ന സാഹചര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ നാട്ടുകാർ പറയുന്നത്. ഒരുപക്ഷെ ആ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതലൊരു അന്വേഷണം ഈ ദിവസങ്ങൾക്ക് ശേഷം, അതായത് അപ്പോൾ കുട്ടിയുടെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം പോലീസ് ചുറ്റുപാടുകളിൽ വിശദമായൊരു അന്വേഷണം നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെയും അങ്ങനെ മുൻപ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയെ അമ്മൂമ്മയെ ഏൽപ്പിച്ചിട്ട് റൂത്തിൻ്റെ അമ്മയാണിത്, ആ കുട്ടിയുടെ മാതാവിൻ്റെ അമ്മയാണ് അത്. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ചോദ്യമെല്ലാം തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തീർച്ചയായും ഇത്തരം ഈ വിഷാദ രോഗങ്ങളിലേക്ക് എല്ലാം പോകുന്നവരെ എത്രയോടെ കരുതലോടെ കാണേണ്ടതുണ്ട്, അവരെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അവരെ ഈ വൈദ്യപരിശോധനയും അടക്കം അവരെ നിരീക്ഷണത്തിലേക്ക് വരുത്തേണ്ടതുണ്ട് എന്നൊരു ചൂണ്ടുപലക കൂടിയാണ് ഈ സംഭവം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കരുതലോടെ കാണേണ്ട ഇടങ്ങൾ പലയിടത്തും കുടുംബങ്ങളിലും തന്നെ ഉണ്ട് എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കേട്ടോ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. തിരുവനന്തപുരം വർക്കലയിൽ കേരള എക്സ്പ്രസിൽ 19-കാരി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. നിലവിൽ റെയിൽവേ പോലീസും RPFും കേസ് അന്വേഷിക്കുന്നുണ്ട്. ആക്രമണ സമയത്ത് 10ഓളം പേരാണ് കേരള എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിലുണ്ടായിരുന്നത്. ഇതിൽ 7 പേർ സംഭവത്തിന് സാക്ഷികളാണ്. ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിരുന്നു. കൂടുതൽ സാക്ഷികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതേസമയം ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ശ്രീകുട്ടിക്ക് പ്രതീക്ഷിച്ച ഉണർവ് ഉണ്ടായിട്ടില്ലെന്നും വീണ്ടും CT സ്കാനിന് വിധേയമാക്കുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. അല്ല, ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതുപോലെ സ്റ്റാറ്റസ് കോ തന്നെ തുടരുന്നത്. റിപ്പീറ്റ് CT എടുത്ത സമയത്ത് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്നും ഇപ്പം ന്യൂറോളജി പ്രൊഫസർമാരും ക്രിട്ടിക്കൽ കെയർ വിദഗ്ധരും അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശൈലം നേരത്തെ പറഞ്ഞത് പേഷ്യന്റിന് ഒരു CTയും കൂടെ ചെയ്യുന്നു. പിന്നെ CT ആൻജിയോഗ്രാം എങ്ങാണ്ട് ചെയ്യാനുള്ളൊരു പരിശോധന. വേറെ അത്രത്തോളം ഒരു ഉണർവ് വരുന്നില്ല, പ്രതീക്ഷിച്ചൊരു ഉണർവ് ആ കുട്ടിക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് CTയും പിന്നെ അകത്തെവിടെയെങ്കിലും ഇന്റേണൽ ബ്ലീഡിംഗ് പുതുതായിട്ട് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു CT ആൻജിയോഗ്രാം കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എന്നെ ക്രിട്ടിക്കൽ കെയർ മേധാവി ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത്. ഓക്കെ, ശരി എന്നാൽ താങ്ക് യു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഒരു വശത്ത് പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്, പക്ഷേ ആശങ്കപ്പെടുത്തുന്ന കാര്യം ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. കാരണം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഇല്ല എന്ന് തന്നെയാണ് ഈ ആശുപത്രി സൂപ്രണ്ടിൻ്റെ വാക്കുകൾ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? രാവിലെ നമ്മൾ ഈ ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ അനൗദ്യോഗികമായി നമ്മളോട് പറയുന്ന കാര്യം, ഈ തലയ്ക്ക് ക്ഷതമേറ്റിരിക്കുന്നത് സാരമായ ക്ഷതമാണ് ഏറ്റിരിക്കുന്നത്, തലച്ചോറിന് ചതവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്റേണൽ ബ്ലീഡിങ്, ആന്തരിക രക്തസ്രാവം ആദ്യഘട്ടത്തിൽ ആശങ്കയുളവാക്കുന്ന തരത്തിലേക്ക് മാറിയതും ഈ വെന്റിലേറ്ററിലേക്ക് ഈ 19-കാരിയെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും നിലവിൽ ഉള്ള സ്ഥിതി ഇപ്പോഴും ബോധം വീണ്ടെടുത്തിട്ടില്ല ഈ 19-കാരി. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ 2 ആഴ്ചയോ ചില കേസുകളിൽ 3 ആഴ്ചയോ വരെ
കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ബോധം വീണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം അത്രമാത്രം ഈ തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിരന്തരമായ നിരീക്ഷണവും അതുമായി ബന്ധപ്പെട്ട ചികിത്സയുമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് വീണ്ടും CT സ്കാൻ എടുത്ത് പരിശോധന നടത്താനുള്ളൊരു നീക്കത്തിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ എത്തുന്നത്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ടാണ് ഈ ശ്രീകുട്ടിയുടെ ആരോഗ്യനില കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് മെഡിക്കൽ സൂപ്രണ്ട് നേരത്തെ മാധ്യമങ്ങളെ കാണുകയും നിലവിലെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഏതാണ്ട് ഒരു പക്ഷേ 2 ആഴ്ച വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആശങ്ക ഉളവാക്കുന്ന സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം വരേണ്ട ഒരു നിഗമനത്തിലാണ് ആശുപത്രി അധികൃതർ ഉള്ളത്. എന്തായാലും ബോധം വീണ്ടെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഡാൻ, അതോടൊപ്പം ഡാൻ, ഈ കേസിൽ ഈ പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? കാരണം ഒന്ന് ഏറ്റവും അധികം ആക്ഷേപം നേരിട്ടത് മതിയായ സുരക്ഷ ട്രെയിനുകളിൽ ഉണ്ടായില്ല തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസ് ആക്ഷേപം നേരിട്ടൊരു കേസ് കൂടിയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ 19-കാരി ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? നിലവിൽ 2 ആഴ്ചത്തേക്കാണ് തിരുവനന്തപുരം CJM കോടതി ഈ പ്രതി സുരേഷ് കുമാറിനെ റിമാൻഡ് ചെയ്തത്. പക്ഷേ ഇതുവരെ RPF കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. ആ കസ്റ്റഡി അപേക്ഷ നൽകിയതിന് ശേഷമായിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിനായി വർക്കലയിലേക്ക് ഉൾപ്പെടെ എത്തിക്കുക. പക്ഷേ ഇതിൽ പ്രതിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് സാധാരണയായി ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ CCTV ക്യാമറകൾ ഉണ്ടാകാറില്ല. പക്ഷേ കേരള എക്സ്പ്രസ് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ട്രെയിനായതുകൊണ്ട് വിലപിടിപ്പുള്ള പല ലഗേജുകളും കൈകാര്യം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന ഒരു ഭാഗത്ത് ഈ CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു. ആ ക്യാമറയിൽ ഈ പെൺകുട്ടികളുമായി ഈ പ്രതി പ്രകോപനപരമായി തർക്കിക്കുന്നതും സംസാരിക്കുന്നതും അതിനുശേഷം ഇവരെ ചവിട്ടുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുതന്നെയാണ് ഇയാൾക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അതായത് പെട്ടെന്ന് പ്രകോപിതനായി അവരെ അങ്ങോട്ട് ആക്രമിക്കുന്നത് വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങളാണ് റെയിൽവേ DYSP ഉൾപ്പെടെയുള്ള സംഘം സ്വീകരിക്കുകയും പിന്നീടത് കോടതിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം ഈ പ്രതി പലപ്പോഴും ചോദ്യം ചെയ്യലിനിടയിൽ താനല്ല ഇവരെ തള്ളിയതെന്നും തനിക്ക് സമീപത്തുണ്ടായിരുന്ന ഒരു ഇതര സംസ്ഥാനക്കാരനാണ് എന്ന തരത്തിലൊക്കെ മൊഴി നൽകിയിരുന്നു. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വീണ്ടെടുത്തതിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിക്കുകയും പിന്നീട് ഈ പ്രകോപനമാണ്, അതായത് സീറ്റിൽ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ തർക്കമാണ് ഈ ഇരുവരെയും ഒരുപോലെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതെന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കിടക്കുക. മാത്രമല്ല ഈ കേരള എക്സ്പ്രസിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന മറ്റ് സാക്ഷികളായിട്ടുള്ളവരുണ്ട്. അവരിൽ നിന്നടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് റെയിൽവേ പോലീസ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ശ്രീകുട്ടിയുടെ കൂട്ടുകാരി, ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയുടെ മൊഴി തന്നെയാണ് ഏറെ നിർണായകം. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ 10 പേർ ആ സമയത്ത് കോച്ചിലുണ്ടായിരുന്നു, കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ 7 പേർ ഇതിന് സാക്ഷികളാണെന്ന് പറയുന്നു. ഒരാളുടെ മാത്രം മൊഴിയാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് ഡാൻ? അങ്ങനെ ഇഴഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു ഡ്യൂ പ്രൊസീജിയറിലാണ്. അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള റെയിൽവേ പോലീസിൻ്റെ അല്ലെ അതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളത് ഒരു DYSPക്കാണ്. അദ്ദേഹം എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം റെയിൽവേയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കേസുകളിൽ സാധാരണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ വേണം എല്ലാ സ്ഥലങ്ങളിലും നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏകോപിപ്പിക്കാൻ. അത്തരത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം ഏകോപിപ്പിക്കുന്നത് എറണാകുളം വരെയുള്ള, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള റേഞ്ചിൻ്റെ ചുമതലയുള്ള DYSPയാണ്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയാണ് ഈ വർക്കലയിൽ ഉൾപ്പെടെ എത്തി ഈ ട്രെയിനിൽ നിന്നും അതോടൊപ്പം ഈ സംഭവ സ്ഥലത്ത് നിന്നും കെമിക്കൽ എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. ആ പ്രാഥമികമായ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഈ CCTV ദൃശ്യങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ച സാക്ഷിമൊഴികൾക്ക് അപ്പുറത്തേക്ക് ഇതിൽ ഏറ്റവും വലിയൊരു ഡിജിറ്റൽ തെളിവായി മാറാൻ പോകുന്നത് ഈ CCTV ദൃശ്യങ്ങളാണ്. അതിൽ വളരെ കൃത്യമായി പ്രതി ചാടി ചവിട്ടുന്നത്, അതായത് പുറത്തേക്ക്
തള്ളിയിടുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഈ ശ്രീകുട്ടിയുടെ പുറത്തേക്ക് ചവിട്ടിയതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണ് വീണ്ടെടുത്തിരിക്കുന്നത്. ആ ദൃശ്യം തന്നെയായിരിക്കും കോടതിയിൽ ഏറ്റവും വലിയൊരു പഴുതായി അല്ലെങ്കിൽ ഏറ്റവും വലിയ തെളിവായി ഈ സുരേഷ് കുമാറിനെതിരെ മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഡ്യൂ കോഴ്സിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. എന്തായാലും ഒരാളുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശേഷിക്കുന്ന ആളുകളുടെ മൊഴിയും വൈകാതെ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ 3 തമിഴ്നാട് പോലീസുകാർക്ക് സസ്പെൻഷൻ. ബന്ദൽഗുഡി SI നാഗരാജനടക്കം 3 പേരെയാണ് 3 പേർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രതിയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. തൃശൂർ വിയൂരിൽ നിന്നും സ്കൂട്ടർ മോഷ്ടിച്ച് രക്ഷപ്പെട്ടത് ബാലമുരുകൻ എന്ന നിഗമനത്തിലാണ് കേരള പോലീസ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ട് 3 രാത്രിയും 3 പകലും പിന്നിടുകയാണ്. ഇതുവരെയും യാതൊരു സൂചനയുമില്ല. സാധാരണഗതിയിൽ ഇതിന് മുൻപ് ഇയാൾ വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അവിടെ സമീപത്തുണ്ടായിരുന്ന ഒരു സ്കൂട്ടർ മോഷ്ടിച്ചാണ് കടന്നു കളഞ്ഞത്. അന്ന് സ്വന്തം നാട്ടിലേക്ക് തന്നെയാണ് മടങ്ങിയത്. ഇവിടെയും അതായത് ബാലമുരുകൻ രക്ഷപ്പെട്ട ഉടൻ തന്നെ ഒരു സ്കൂട്ടർ വിയൂരിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നു, മോഷ്ടിക്കപ്പെട്ടിരുന്നു. ആ സ്കൂട്ടറിൽ തന്നെ ആകാം ബാലമുരുകൻ കടന്നു കളഞ്ഞതെന്ന നിഗമനമുണ്ട്. പക്ഷേ കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായി ബാലമുരുകന് വേണ്ടി വല വിരിച്ചിട്ടും യാതൊരു സൂചനയുമില്ല. എവിടേക്കാകാം ഇയാൾ കടന്നു കളഞ്ഞതെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ അന്വേഷണ സംഘത്തിനുണ്ടോ? CCTV ദൃശ്യങ്ങളോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ ഇതുവരെ പോലീസിന് ഈ ബാലമുരുകൻ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. അതേസമയം തമിഴ്നാട് പോലീസിന്റെ വീഴ്ച കൃത്യമായി മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ തമിഴ്നാട് പോലീസിൽ ഈ വിചാരണ തടവുകാരനെ വിചാരണയ്ക്ക് ശേഷം തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന 3 പോലീസുകാരെ, അതായത് ബന്ദൽഗുഡി സ്റ്റേഷനിലെ SI നാഗരാജൻ അതുപോലെ മറ്റ് 2 പോലീസുകാർക്കും സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ആലത്തൂർ വെച്ചുള്ള റെസ്റ്റോറൻറ്റിലാണ് വെച്ച് ബാലമുരുകനെ ഭക്ഷണം കഴിക്കാൻ കയറ്റിയപ്പോഴാണ് കൈവിലങ്ങ് അഴിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത്ര വലിയ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ 54 കേസുകൾ, അതായത് കൊലപാതക കുറ്റം ഉൾപ്പെടെ 54 കേസുകൾ, അങ്ങേയറ്റം ഭയപ്പെടേണ്ടുന്ന ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റപ്പുള്ള ആൾ, അങ്ങനത്തെ ഒരാളെ അതും വിയൂരിൽ അതീവ സുരക്ഷാ കാറ്റഗറിയിൽ ജയിലിൽ പാർപ്പിച്ചിരുന്ന ആളെയാണ് തമിഴ്നാട് മറ്റൊരു കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നും കൊണ്ടുപോയതും അത് പിറ്റേ ദിവസം വൈകുന്നേരത്തോടുകൂടി, അതായത് ഞായറാഴ്ചയാണ് കൊണ്ടുപോയത്. മിനിയാന്ന് വൈകുന്നേരം 9:45 അത് എത്തിക്കാമെന്നായിരുന്നു ഏറ്റുന്നത്. പക്ഷേ ആ ഒരു സമയത്താണ് ഇയാൾ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴും ബാലമുരുകൻ്റെ ഒരു ചെരുപ്പ് ജയിൽ വളപ്പിലുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി ഈ പരിശോധനകൾ നടത്തി വന്നത്. ദിവസം ചെല്ലും തോറും, അതായത് ബാലമുരുകൻ കഴിഞ്ഞ ദിവസം ഒരു സൈക്കിളിൽ മോഷ്ടിച്ച ഒരു സൈക്കിളിൽ യാത്ര ചെയ്തിരുന്നു. അത് പോലീസുകാരെ കണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊരു വാർത്ത പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ന് മോട്ടോർ സൈക്കിൾ, അതായത് അവിടെ നിന്ന് ഒരു സ്കൂട്ടർ മോഷണം പോയിട്ടുണ്ട്. ഈ സ്കൂട്ടർ മോഷണം പോയിരിക്കുന്നത് ബാലമുരുകൻ അതുമായി രക്ഷപ്പെട്ടതായിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് നിലവിലുള്ളത് പോലീസ്. മാത്രമല്ല ഇതിൻ്റെ ജയിലിൻ്റെ പരിസരത്ത് തന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതുപോലെ തൊട്ടടുത്ത് തന്നെ ഹൈവേ ഉണ്ട്. ഇതുവഴി രക്ഷപ്പെടാനുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. ഹൈവേയിൽ ഏതെങ്കിലും വാഹനങ്ങൾക്ക് കൈകാണിച്ച് കയറിപ്പോയതാകാമോ, എന്തായാലും കേരളം വിട്ടിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. നിലവിൽ അതായത് ഈ തമിഴ്നാട് പോലീസിന് നിസ്സംഗ മനോഭാവമാണ് ഒരു ക്രിമിനലിനെ കൊണ്ടുവരുന്നത്. അതും ഇത്തരത്തിൽ ഒരു കൊടും ക്രിമിനലിനെ കൊണ്ടുവരുന്ന ഒരു തരത്തിലുള്ള അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവിടെ 3 തമിഴ്നാട് പോലീസുകാർക്ക് ബന്ദഗുഡി SI നാഗരാജൻ അടക്കം 3 പേർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്, 3 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഭാഗത്ത് വളരെ വ്യക്തമാണ്. കൈവലങ്ങില്ലാതെ ഇതുപോലുള്ളൊരു കൊടും കുറ്റവാളിയെ എന്തിനാണ് ഈ കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് വിമർശനമുള്ളത്. അതോടൊപ്പം തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു വിമർശനം, ആരോപണം പോലീസിന്റെ ഒത്താശയോടുകൂടി പ്രതി ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ സംശയിക്കുന്നുണ്ടോ? എന്താണ് ഈ അന്വേഷണത്തിൽ, പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയത്? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്?
കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുവഴി മറ്റൊരു കേസ്, പല കേസുകളും ബാലമുരുകന്റെ പേരിലുള്ള പല കേസുകളും തമിഴ്നാട്ടിലുമുണ്ട്, അതുപോലെ കേരളത്തിലുമുണ്ട്. ഈ വിയ്യൂരിൽ സെൻട്രൽ ജയിലിൽ സെപ്റ്റംബർ മുതലാണ് ഈ പറഞ്ഞതുപോലെയുള്ള അതീവ സുരക്ഷാ കാറ്റഗറിയിലേക്ക് സെപ്റ്റംബർ 2023 സെപ്റ്റംബർ മുതലാണ് ഇയാളെ മാറ്റിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അത് അതീവ സുരക്ഷാ കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്ന ദിവസം. അതിനു മുൻപും ഈ ബാലമുരുകന് ചിരപരിചിതമായിട്ടുള്ള ഇടം തന്നെയാണ് വിയ്യൂർ ജയിൽ. അപ്പോൾ ഈ ജയിൽ വളപ്പിലേക്ക് വന്ന് അവിടെ നിന്നും ചാടാനുള്ള ടെനൻസി പലതവണയും അയാൾ കാണിച്ചിട്ടുള്ളതുമാണ്. കഴിഞ്ഞ വർഷം അതുപോലെ ചാടിപ്പോയതും പിന്നീട് പിടിക്കപ്പെട്ടതുമാണ്. അത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു. അതായത് ഇതേ സെയിം സാഹചര്യം അത് റീക്രിയേറ്റ് ചെയ്ത പോലെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ വിചാരണയ്ക്കായി അയക്കുന്ന ഈ പ്രതിയെ തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അയാളെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് റീക്രിയേറ്റ് ചെയ്തതുപോലെ അത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഒരുപക്ഷെ തമിഴ്നാട് പോലീസിന്റെ ഒത്താശയോട് കൂടി തന്നെ ആയിരിക്കാം ഇയാൾ രക്ഷപ്പെട്ടത് എന്നുള്ളൊരു വിമർശനം ഉയർന്നത്. അത് മാത്രമല്ല, ഈ ആലത്തൂരും വിയ്യൂരും തമ്മിൽ നല്ല ദൂരമുണ്ട്. ഇങ്ങനെ നേരത്തെ തന്നെ ഈ ജയിൽ ചാടിപ്പോകാൻ ടെനൻസിയുള്ള ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ അതിനുവേണ്ട നോക്കേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉദാസീന മനോഭാവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ പ്രതിയെ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും കേരള പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെയായിരുന്നാലും ബാലമുരുകൻ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ അപകടകാരിയാണ്. അത് പ്രത്യേകിച്ചും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു സ്ത്രീ സാക്ഷി പറഞ്ഞ ഒരു സ്ത്രീയെ വകവരുത്തിയ ഒരു ചരിത്രവും അയാൾക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അയാൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയാൽ തനിക്കെതിരെ സാക്ഷി പറഞ്ഞതോ തനിക്ക് ശത്രുതയുള്ള ആളുകളോടോ അതല്ലെങ്കിൽ അത്തരത്തിൽ അതിനോടുള്ള പകപോക്ക് നടത്താനുള്ള സാധ്യതയും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നതും. കേരള പോലീസ് ഈ ബാലമുരുകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തീർച്ചയായും. എന്തായാലും ആജ്ഞ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചാണ് ഈ സംഭവത്തെ കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ക്യൂ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ബാലമുരുകന്റെ ഭാര്യയും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. ഒരുപക്ഷെ ബന്ധുക്കളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാനുള്ള സാധ്യത അതുതന്നെയാണോ ക്യൂ ബ്രാഞ്ച് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ടോമ, അങ്ങനെ ഈ തമിഴ്നാട് പോലീസിലെ അതായത് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ തന്നെ ക്യൂ ബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതേസമയം ഈ പറഞ്ഞതുപോലെ ബന്ധുക്കളുടെ അടുത്തേക്ക് വരുമോ അല്ലെങ്കിൽ ബന്ധുക്കൾ കൂടി നിരീക്ഷണത്തിലായിരിക്കുന്ന സാഹചര്യം. ബാലമുരുകനെ പോലെയുള്ള അത്രയും ബുദ്ധിമാനായ ഒരു ക്രിമിനൽ അതിനുള്ള ഇത് കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത് ഒരു വിലയിരുത്തലും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ ഭാര്യയോടും അല്ലെങ്കിൽ കുടുംബത്തോടും ഒപ്പം വന്ന് കണ്ടിട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അയാളെ അവിടെ നിന്ന് പിടികൂടാമെന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ്, ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും വ്യാപകമായി ബാലമുരുകനുള്ള തെരച്ചിൽ തുടരുക തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ഒരു കുറ്റവാളിയാണ്. അയാളെ പാർപ്പിച്ചിരിക്കുന്ന രീതി അങ്ങനെയായിരുന്നു. അയാൾ മുൻപ് രക്ഷപ്പെട്ടിട്ടൊന്നും അയാൾ ചെയ്തിട്ടുള്ള ക്രൈമുകളും അത്തരത്തിൽ ഭയപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട ഒരു ക്രിമിനലാണ് ജയിൽ ചാടിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം കേരള പോലീസിനുമുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിനുമുണ്ട്. അതേസമയം തമിഴ്നാട് പോലീസിന് വീഴ്ച എന്ന് പറഞ്ഞ് കേരള പോലീസ് അനങ്ങാപ്പാറ നയം പാലിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം അങ്ങേറ്റം പറ്റുന്ന തരത്തിലൊക്കെ അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജയിലിലൊരു ചെരുപ്പ് കണ്ടപ്പോഴാണ് ഈ ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിനൊരുക്കിയത്. അതുമാത്രമല്ല ജയിലിന് പുറത്തും തൃശ്ശൂരും സംസ്ഥാനത്താകമാനം പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ ഒരു സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും. പക്ഷേ ഈ എടുത്തു പറയേണ്ടുന്ന കാര്യം, നേരത്തെ തന്നെ ഈ തമിഴ്നാട് പോലീസ് കാണിച്ചിരുന്ന ഉദാസീന മനോഭാവമാണ് ഇത്ര വലിയൊരു കൊടി ക്രിമിനൽ ചാടിപ്പോകാനുണ്ടായ സാഹചര്യത്തിലേക്ക് വഴിതെളിച്ചത് എന്നുള്ളതാണ് അങ്ങേയറ്റം ഖേദകരം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ബന്തൽഗുഡി SI നാഗരാജനെയും മറ്റ് 2 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് തമിഴ്നാട് പോലീസ് കടന്നതും ക്യൂ ബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കും വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇയാളെ പിടികൂടും, ഉടനടി തന്നെ പിടികൂടാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ്. വിവരങ്ങൾ നൽകിയത് ആജ്ഞ രവീന്ദ്രനാണ്. ശബരിമലയെ സ്വർണ്ണപ്പാളി മോഷ്ടക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുൻ ദേവസ്വം കമ്മീഷണർ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണം തുടരുന്നത്.
വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നിർണായക നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? ഉൾപ്പെടെയുള്ള നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്നാണ് വിവരം. അതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നീക്കങ്ങൾ എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് വൈകാതെ അന്വേഷണം എത്തുമെന്നതിൻ്റെ സൂചനയായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്തായാലും എൻ വാസുവിനെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി വീണ്ടും വിളിച്ചു വരുത്തുമെന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ അത് കസ്റ്റഡിയിലെടുത്തുള്ള ഒരു അറസ്റ്റാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം അത്രയും ഗുരുതരമായ പരാമർശമാണ് എൻ വാസുവിനെതിരെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോടതിയിൽ SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ ഈ വാതിൽപ്പാളിയിലെ സ്വർണം ഉരുക്കി മാറ്റിയ സംഭവത്തിൽ എൻ വാസുവിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് SIT കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വാസുവിനെതിരെ അങ്ങനെ കടുത്ത നീക്കങ്ങളിലേക്ക് SIT കടക്കുന്നത്. എന്തായാലും 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാറിലേക്ക് കൂടി ഈ അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉദ്യോഗസ്ഥരിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഒതുങ്ങി നിന്ന ഈ കേസിൻ്റെ അന്വേഷണവും തുടർ നടപടികളും രാഷ്ട്രീയ ഉന്നതരിലേക്കും എത്തുന്ന ഒരു വ്യാഖ്യാനം വരും. അതുണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പ് ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതീവ രഹസ്യമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളുമായി SIT മുമ്പോട്ട് പോകുന്നത്. SP ശശിധരൻ നേരിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വാതിൽപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ രാജ്യാന്തര വിഗ്രഹ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിൻ്റെ പേര് പരാമർശിക്കുന്നു, ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു. അവിടെയുള്ളത് യഥാർത്ഥ സ്വർണ്ണപ്പാളി തന്നെയാണോ എന്ന സംശയം പോലും കോടതി ഉന്നയിച്ച സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടെ കൂടി തന്നെ ഈ കേസിനെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളത് കൊണ്ട് പല രാഷ്ട്രീയ ഉന്നതരിലേക്കും ഇനി അന്വേഷണം നീങ്ങാം. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ ഈ രാജ്യാന്തര വിഗ്രഹ കള്ളക്കടത്തിന് പങ്കുണ്ടെന്നൊരു സംശയം കോടതി ഉന്നയിച്ചൊരു പശ്ചാത്തലത്തിൽ ആ തലങ്ങളിലേക്കും രാജ്യാന്തര സംഘങ്ങളിലേക്കും അന്വേഷണം നീങ്ങേണ്ടതുണ്ടോ ഡാൻ? അത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ സൂചനകളൊന്നും ഇതുവരെ അത്തരത്തിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ കോടതി അത് ഉപമിക്കുകയാണ് ചെയ്തത്. അത്രയും ഗൗരവമുള്ള ഒരു തട്ടിപ്പാണ് ശബരിമലയിൽ, ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ശബരിമലയിൽ അത്രയും ഗൗരവമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടന്നപ്പോൾ അതിൽ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമടക്കമുണ്ട്. അതിനപ്പുറത്തേക്ക് ഭരണസമിതിക്കും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് ആവർത്തിച്ച് കോടതി വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഉദ്യോഗസ്ഥർ പരപ്രേരണയാലാണ് ഇത് ചെയ്തത്. അതിൽ ഉന്നതരുടെ പങ്ക് SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് 2 ഇടക്കാല റിപ്പോർട്ടുകളിലൂടെ കോടതി അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും രഹസ്യമായി തന്നെ ഏറെ ഗൗരവത്തോടെ ഈ തുടർ നീക്കങ്ങളുമായി മുമ്പോട്ട് പോകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഏതാണ്ട് 4 ആഴ്ചയിൽ താഴെ മാത്രമാണ് കോടതി അനുവദിച്ച സമയപരിധി. 6 ആഴ്ചയിൽ 2 ആഴ്ചയിലധികം പൂർത്തിയായിരിക്കുന്നു. ഇനിയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. അവിടെ നമുക്ക് അറിയാനുള്ളത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുമ്പോൾ തുടർ നടപടികളുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത നീക്കങ്ങളിലേക്ക്, അതായത് എൻ വാസുവിനെ ഇനി ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് പകരം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുടർ നീക്കങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഹൈക്കോടതി നേരിട്ട് ഈ അന്വേഷണ പുരോഗതി അടക്കം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഈ കേസിൻ്റെ തുടർ നടപടികൾ എന്നത് രാഷ്ട്രീയമായും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരികയാണ്. അതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എൻ വാസു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ എൻ വാസുവിനെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ രാഷ്ട്രീയ ബന്ധമുള്ള ഉന്നതരിലേക്ക് കൂടി അന്വേഷണം. അതാണ് ഡാൻ, ഇവിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എൻ വാസുവിനെയും എ പത്മകുമാറിനെയും ചോദ്യം ചെയ്യാനൊരുങ്ങുന്നു നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും സംശയനിഴലിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ PS പ്രശാന്തിലേക്കും അന്വേഷണം നീങ്ങുമോ? അതായത് ഇപ്പോഴത്തെ ബോർഡിനും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് കോടതി അസംയുക്തമായി തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ
PS പ്രശാന്ത് നേരിട്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ഇതുവരെ SITയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു കണ്ടെത്തലുണ്ടായിട്ടില്ല. പക്ഷേ അവർ എടുത്തു പറയുന്ന കാര്യം ഈ മിനിറ്റ്സ് ബുക്കിൽ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്താതിരുന്നത് 2019 ഭരണസമിതിയുടെ വീഴ്ച തിരിച്ചറിഞ്ഞതിന് ശേഷം അത് പുറത്തു വരാതിരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊരു വലിയ സംശയമാണ് പ്രത്യേക സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ദിശയിലേക്ക്, അതായത് ബോധപൂർവമാണോ മിനിറ്റ്സ് ബുക്കിൽ വസ്തുതകൾ രേഖപ്പെടുത്താതിരുന്നത്, അത് ഈ വീഴ്ച തിരിച്ചറിഞ്ഞതിന് ശേഷം അത് പിടിക്കപ്പെടാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഭരണസമിതിയുടെ ആ സമയത്തെ ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാൻ നിലവിലെ ബോർഡും അതിൻ്റെ സംവിധാനങ്ങളും കൂട്ടുനിന്നോ എന്ന ദിശയിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും PS പ്രശാന്തിൻ്റെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു വഴിത്തിരിവിലേക്ക് അന്വേഷണം ഇപ്പോൾ എത്തുന്നത് എന്ന് വേണം പറയാൻ. ഡാൻ തുടരുക. ശശിനാരായണൻ കൂടി ചേർന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഇപ്പോൾ ഈ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് SIT എന്ന വാർത്തകൾ വരുന്നു. ശ്രീകോവിൽ വാതിലുമായി ബന്ധപ്പെട്ട തട്ടിപ്പിലേക്കുള്ള അന്വേഷണത്തിലാണ് റാന്നി കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകിയത്. മുരാരി ബാബു നൽകിയ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കുന്നുമുണ്ട്. ശശിനാരായണൻ, എന്തായാലും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു, വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇരുവരെയും, അതായത് ബാബുവിനെയും മുരാരി ബാബുവിനെയും സുധീഷിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമായിരിക്കും ഉണ്ടാവുക. ടോം, തീർച്ചയായും അത്തരത്തിൽ ഉള്ള കാര്യത്തിന് തന്നെയാണ് ഈ സാധാരണ ഈ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT തീരുമാനിച്ചിട്ടുള്ളത്. മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം കൂടി SITക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റാന്നി കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ ശ്രീകോവിൽ വാതിൽപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സ്വർണ്ണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ 3 പേരെയും ഒന്നിച്ചെത്തി ചോദ്യം ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് SIT വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2 പേരെയും കസ്റ്റഡിയിൽ വാങ്ങി, അതായത് മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും മുരാരി ബാബുവിന് ഇല്ലാതെ ഈ ജാമ്യാപേക്ഷ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് കോടതിയിൽ. അത് നാളെയാണ് പരിഗണിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആദ്യം ഹൈക്കോടതിയിലാണ് നൽകിയത്, അത് പിന്നെ തള്ളിയിരുന്നു. അതിനുശേഷമാണ് അതിന്റെ നടപടിക്രമം അനുസരിച്ചാണ് ഈ പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കട്ടളപ്പാടി സ്വർണ്ണവുമായി ബന്ധപ്പെട്ട കൃത്യമായ ചില മൊഴികൾ, നിർണായകമായ മൊഴികൾ സുധീഷ് കുമാർ നൽകിയിരുന്നു. മുരാരി ബാബുവിന്റെ പേരിലുള്ള കാര്യങ്ങളുണ്ട്. മുരാരി ബാബു സംബന്ധിച്ചുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. ഈ 2 പേരും മൊഴികൾ നൽകിയിട്ടുള്ളതെല്ലാം നേരത്തെ ദേവസ്വം കമ്മീഷണർ വാസുവിനെതിരെ ഉള്ള മൊഴികളാണ് ഇവരുടെ ഉള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, വാസു, അതുപോലെ തന്നെ മുരാരി ബാബു, ഇങ്ങനെ ഈ പ്രതികളിലെല്ലാം പരസ്പര ലിങ്ക് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന ചില തെളിവുകൾ ഈ SIT സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അപേക്ഷ നൽകിയിട്ടുണ്ട്. നാളെ ഒരു പക്ഷേ ഇത് പരിഗണിക്കുമ്പോൾ കസ്റ്റഡി ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡാൻ, എന്തായാലും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയേണ്ടത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. ആ മൊഴിയിലെ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ രഹസ്യമായാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. ഉദ്യോഗസ്ഥർ അത്തരം ഒരു കാര്യങ്ങളും പങ്കുവെക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ ഈ കോടതിയുടെ ഒരു മേൽനോട്ടം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നതിനാലായിരിക്കണം അത്തരത്തിൽ അവർക്കും ഒരു പരിമിതി നിലനിൽക്കുന്നതെന്ന് വേണം പറയാൻ. പക്ഷേ നിർണായകമായ ചില മൊഴി, പ്രത്യേകിച്ച് N വാസുവിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനോടകം നടത്തിയ ചോദ്യം ചെയ്യലിൽ നിർണായകമായ ചില മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ഗുരുതരമായ പരാമർശങ്ങൾ വാസുവിനെതിരെ രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ നടത്തുന്ന അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തുടർ നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനാകും SITയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ N വാസുവിനെതിരെ ഒരു കടുത്ത നീക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2019 ഭരണസമിതിയുടെ തലവനായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A പത്മകുമാറിനെ ചോദ്യം ചെയ്യാനാണ് വിളിച്ചു വരുത്തുമെന്നതാണ് ഇനി അറിയാനുള്ളത്. വിവരങ്ങളുമായി ഡാൻ കുര്യനും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.
മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങുന്നു SIT എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നു. ഇതിനായി റാന്നി കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.